സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ഓരോ വീടുകളിലേക്കും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് വിവിധ മേഖലകളിൽ അത് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, അതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക്, ഭിന്നശേഷിക്കാർക്ക്, അതോടൊപ്പം തന്നെ നല്ല ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഇനി അത് മാത്രമല്ല സ്വന്തമായിട്ട് പാർപ്പിടമില്ലാതിരുന്നവർക്ക്, ഇങ്ങനെയുള്ള നാനാ തുറകളിലേക്കാണ് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിവേഗം വിവിധ മേഖലകളിൽ 1ാം സ്ഥാനം കൈവരിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിലവിൽ നമ്മളുടെ ക്ഷേമ പെൻഷനുകൾ 1600 നിന്നും 400 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000 രൂപ വീതമാണ് ഇപ്പോൾ പ്രതിമാസം ലഭിക്കുന്നത്. അത് വിധവാ പെൻഷനായിട്ട്, വാർദ്ധക്യകാല പെൻഷനായിട്ട്, അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങളായിട്ടെല്ലാം അവരുടെ അക്കൗണ്ടിലേക്കും കിടപ്പ് രോഗികളുടെ വീടുകളിലേക്കും സർക്കാർ എത്തിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നിരുന്ന സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. ഇതിന് പ്രകാരം പ്രതിമാസം 1000 രൂപ വീതമാണ് BPL AY റേഷൻ കാർഡിൽ പേരുള്ള സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, നമ്മളുടെ സംസ്ഥാനത്ത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്ന യുവതീ-യുവാക്കൾക്ക്, അതും 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി സർക്കാർ ആരംഭിച്ചു. ഇതിന് പ്രകാരം 1000 രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 2 ഗഡുക്കൾ നാളിതുവരെയായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞു. 12 മാസത്തേക്കാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക. പക്ഷേ സ്ത്രീ സുരക്ഷാ പെൻഷൻ വീട്ടമ്മമാർക്ക് 60 വയസ്സ് എത്തുന്നതുവരെ ലഭിക്കുന്ന ഒരു സഹായമാണ്. 35-ാം വയസ്സ് മുതലാണ് ഈ ഒരു പെൻഷൻ വിതരണം ലഭിച്ചു തുടങ്ങുന്നത്. ഇനി അത് മാത്രമല്ല, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതുമാത്രമല്ല, എല്ലാ ദിവസവും കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രതിദിനം 89ഓളം വരുന്ന നിയമനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് സർക്കാരിൻ്റെ കണക്ക് വരുന്നത് തന്നെ. അതുമാത്രമല്ല, നിലവിൽ കൃത്യമായിട്ട് വർഷാവർഷങ്ങളിൽ പരീക്ഷാ കലണ്ടറുകൾ പുറത്തിറക്കുക, കൃത്യസമയത്ത് പരീക്ഷകൾ നടത്തുക, അതുമാത്രമല്ല റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കും മുൻപ് തന്നെ പുതുക്കിയ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുക, ആ രീതിയിലെല്ലാം തന്നെ കേരള PSC അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, 5 ലക്ഷത്തോളം ലൈഫ് മിഷൻ പാർപ്പിടങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൂടി ചേർത്ത് ലഭിക്കുന്ന പദ്ധതികളും ആവിഷ്കരിച്ചു. മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, സാമൂഹിക സംഘടനകൾ, അതോടൊപ്പം തന്നെ സന്മനസ്സുള്ളവർ ദാനം ചെയ്ത ഭൂമി ഉൾപ്പെടെ സർക്കാർ കൃത്യമായിട്ട് അർഹതയുള്ളവർക്ക് വീതിച്ച് നൽകുകയും അവിടെ പാർപ്പിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് 4 ലക്ഷം രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തി ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് സഹകരിപ്പിച്ച് വീട് പണിയുന്നതിന് വേണ്ടി ധനസഹായം വിവിധ ഘട്ടങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യും. ഇനി പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് 6 ലക്ഷം രൂപ വരെയാണ് വീട് പണിയുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ സഹായം ലഭ്യമാക്കുന്നത്. ഇനി വീടും അതോടൊപ്പം തന്നെ സ്ഥലവും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അർഹതയുള്ളവർക്ക് മുൻഗണനാ ക്രമം നൽകി വിതരണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ വ്യവസായ സൗഹൃദമായ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ 1ാം സ്ഥാനം നിലനിർത്തുന്നതിന് നമ്മുടെ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. സംരംഭകർക്ക് സഹായമായിട്ട് വ്യാവസായിക വകുപ്പും ഒപ്പം തന്നെയുണ്ട്. അതുമാത്രമല്ല, വിവിധ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ നടപ്പാക്കുന്ന കിസ്റു, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബ് പോലുള്ള സ്കീമുകൾ, ശരണ്യ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംരംഭ പദ്ധതികൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നവജീവൻ വായ്പാ പദ്ധതികൾ, വ്യാവസായിക വകുപ്പിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതി പോലുള്ള വിവിധ ആനുകൂല്യങ്ങളും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനാർഹമായ നേട്ടമാണ്. അതുമാത്രമല്ല, ആരോഗ്യ മേഖലയിലും വലിയ കുതിച്ചുചാട്ടം തന്നെ. ഈ ഹെൽത്ത് പോർട്ടൽ വഴി നമുക്ക് OP ടിക്കറ്റുകൾ എടുക്കാനും സർക്കാർ ആശുപത്രികളിൽ ക്യൂ നിൽക്കാതെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടാനുള്ള സൗകര്യം, 5 ലക്ഷം രൂപയുടെ കാരുണ്യ ഇൻഷുറൻസ്, അതുമാത്രമല്ല അതിവേഗം വികസിക്കുന്ന റോഡുകൾ, BMBC നിലവാരത്തിലുള്ള റോഡുകൾ വരെ നമ്മളുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ ചുവടുവയ്പ്പാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ, അപേക്ഷാ രീതി, ഇതെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ട് മനസ്സിലാക്കുക, അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.